Hi friends, welcome back our new video. Today video ഒരു ടിപ്പിംഗ് വീഡിയോ ആണ്. ഇൻട്രോ ഒക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? വാഷ് മെഷീൻ യൂസ് ചെയ്യുന്ന ഹൗസ് വൈഫ്മാർക്ക് കൂടുതൽ ഹെൽപ്പ് ആവുന്ന ഒരു ഉഗ്രൻ ടിപ്പ് വീഡിയോ ആണ്. വാഷ് മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക് പലരും കംപ്ലൈൻറ്റ് പറയുന്ന കൂടുതൽ കാര്യങ്ങളിലൊന്നാണ് പുതിയ ഡ്രസ്സുകളൊക്കെ നമ്മൾ വാഷ് മെഷീനിലിട്ടാൽ പെട്ടെന്ന് നിര വരും. അതുപോലെ തന്നെ നന്നായിട്ട് ചളിയുള്ളത് അതിലിട്ടാൽ ചളി ഇളകി പോവില്ല എന്ന്. പിന്നെ അതുപോലെ കൂടുതൽ ഡ്രസ്സ് ഒരുമിച്ചിട്ടാൽ കളർ ഇളകും, കളർ ടോട്ടൽ സ്പ്രെഡായി പോവും. അതുപോലെ കുട്ടികളുടെ പാൻറ്റ് നമ്മുടെ ഇന്നർ വെയേഴ്സൊക്കെ ഇട്ടാൽ ടോട്ടൽ അത് കെട്ടിക്കുടുങ്ങി നമ്മൾ കല്ലിൽ അലക്കുന്നതിനേക്കാളും പണിയാവുന്നതാണ് ചിലരുടെയൊക്കെ കംപ്ലൈൻറ്റ്. അപ്പോൾ ആ കംപ്ലൈൻറ്റൊക്കെ ഈ ഒറ്റ വീഡിയോയുടെ തീരണം. അതുപോലെ സപ്പോർട്ട് വളരെ ലോ ആയിട്ടുണ്ട്, ആ ഒരു കംപ്ലൈൻറ്റ് എൻ്റെതും നിങ്ങൾ തീർക്കണം. അപ്പോൾ പുതിയ ഡ്രസ്സ് നമ്മൾ വാഷ് മെഷീനിൽ ഇട്ടാൽ നിരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് ആദ്യം പറയുന്നത്. ഇതാ ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പാൽ കവർ എടുത്തിട്ട് അതുപോലുള്ളൊരു കവർ, പാലിൻ്റെ കവർ തന്നെ വേണമെന്നില്ല കേട്ടോ, ഞാനൊരു ഗുമ്മിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടെന്ന് മാത്രം. പാൽ കവറിലേക്ക് നമ്മൾ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ നമ്മൾ അടപ്പ് തുറന്ന ആ ഭാഗം ഒരു റബ്ബറോ അതല്ലെങ്കിൽ റിബണോ എന്തെങ്കിലും വെച്ചിട്ട് കെട്ടിയിട്ട് നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കട്ടയാക്കി മാറ്റുക. എന്നിട്ട് നമ്മൾ ഡിഷ് വാഷോ അതല്ലെങ്കിൽ ഒരു ഇത്തിരി സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് പുതിയ ഡ്രസ്സ് അതുപോലെ വെള്ള കളർ ഇളകാത്ത ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് നിര വരാതിരിക്കാൻ, അതുപോലെ തുണി പെട്ടെന്ന് പിഞ്ഞാതിരിക്കാനൊക്കെയുള്ള കോട്ടൻ്റെ ഡ്രസ്സുകളെല്ലാം പിഞ്ഞാതിരിക്കാനെല്ലാം നമ്മളിങ്ങനെ വാഷ് മെഷീനിൽ അലക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഐസ് ക്യൂബ്സ് മാത്രമാകുമ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞിട്ട് അതിൻ്റെ ഇത് പോവും. കുറച്ച് കൂടുതൽ ഡ്രസ്സ് ഒരുമിച്ചിടുകയാണെങ്കിൽ 3-4 കവറിൽ വെള്ളമാക്കിയിട്ട് അത് ഐസ് കട്ടയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒറ്റ തവണ ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുക. ഇങ്ങനെ തണുത്ത വെള്ളത്തിലാവുമ്പോൾ തുണികൾക്കൊക്കെ നല്ലൊരു നീറ്റ്നെസ് ഉണ്ട്. ഇനി നമ്മളെ ഡ്രസ്സുകളിൽ നിന്ന് കൂടുതൽ ചളി ഇളകി പോരാനും അതുപോലെ പരസ്പരം കെട്ടിപ്പിണഞ്ഞ് കിടക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇത് കുട്ടികളുടെ വീട്ടിലിടുന്ന ഡെയിലി യൂസിൻ്റെ ട്രൗസറുകൾ അതുപോലെ ഇന്നർ വെയറുകളെല്ലാം. അപ്പോൾ അതിനൊക്കെ ഒരു കയറ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ടോട്ടൽ കൂട്ടിപ്പണിഞ്ഞ് ആകെ പണിയാവുമെന്ന് ഒലുമ്പി എടുക്കാനൊക്കെ പണി. ഇത് പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വാഷ് മെഷീനിലാണെങ്കിൽ ഇതിനേക്കാളും എളുപ്പമാണ്. നമ്മൾ ഐസ് ക്യൂബും അതുപോലെ ഈ കവറുകളൊക്കെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, പരസ്പരം കെട്ടിപ്പണയേയില്ല. ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഇതുള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അതിൽ ചളിയെല്ലാം ഇളക്കി പോരുകയും ചെയ്യും. ഞാൻ 1-2 എൻ്റെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും പറയണേ. കണ്ടോ, ഓരോന്നായിട്ട് കിടക്കും. ഒരു 3-4 കവർ ഇട്ടോ, നമ്മൾ കൂടുതലുള്ളതിനനുസരിച്ച് കവർ കൂട്ടാം. മെഷീൻ്റെ കപ്പാസിറ്റി കൂടി നോക്കണം കേട്ടോ കൂടുതലിടുമ്പോൾ. പ്ലാസ്റ്റിക് കവർ ഇട്ടെന്ന് വെച്ചിട്ട് മെഷീന് വേറെ പ്രോബ്ലം ഒന്നും വരില്ല, അത് ഗ്യാരൻറ്റിയാണ്. കാരണം നമ്മൾ ട്രെയറിലിട്ടാലൊന്നും ഇത് അടിയിലോട്ട് പോവില്ലല്ലോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും ഇടണ്ട, അപ്പാടെ അങ്ങ് ഇട്ടാൽ മതി. ഇതിങ്ങനെ പൊന്തി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണമെങ്കിൽ 2-3 ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ കുമിളകളാക്കിയിട്ട് കിടക്കില്ല. ഇതാ കണ്ടോ, നമുക്ക് പെട്ടെന്ന് ഓരോന്ന് വേർതിരിച്ചെടുക്കാം. ലുങ്കിയും അതുപോലെ ട്രൗസറെല്ലാം വേറെ ആക്കിയിട്ട് എടുക്കുക. അതിങ്ങനെ പിണഞ്ഞ് കിടക്കില്ല ഒരിക്കലും. അതുപോലെ അതിലുള്ള ചളികളെല്ലാം നന്നായിട്ട് തന്നെ ഇറങ്ങിപ്പോരും. ഇനി കളറുള്ള ഡ്രസ്സ് കൂട്ടത്തിലിടുമ്പോൾ നമ്മൾ ചിലപ്പോൾ കളറുള്ളത് ഞാൻ വേറെ കല്ലിൽ കൊണ്ടുപോയിട്ട് അലക്കും, അതല്ലെങ്കിൽ വേറെ ആയിട്ട് അലക്കും, വെള്ള വേറെ. ഇതിപ്പോൾ നമുക്ക് വെള്ളയും കളറുള്ള എല്ലാം ഒരുമിച്ച് ഇടാം. കളർ ഇളക്കി പോകുന്നു തോന്നുന്ന ആ ഡ്രസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കല്ലുപ്പിട്ടിട്ട് ആ ഡ്രസ്സ് കെട്ടി വെക്കാം. റബ്ബറൊക്കെ ഇട്ടാലും നമ്മളിങ്ങനെ അത് മെഷീൻ ഓൺ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞു പോരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മുറുക്കി കെട്ടിയാൽ മതി, എന്നൊന്നും വരില്ല. നമുക്ക് കോട്ടൺ ഡ്രസ്സിലൊക്കെ ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെ നന്നായിട്ട് കിഴിയാക്കി കെട്ടി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരിക്കലും ആ കളറ് പോവില്ല, ആ ഡ്രസ്സിൻ്റെ കളറ് പരക്കില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളയും പഴയതും പുതിയതെല്ലാം മാറ്റിയിടാം, ഒരു കുഴപ്പവും പറ്റില്ല. ചെറുനാരങ്ങ നീരും വിനിഗറും കൂട്ടിയിട്ടൊന്ന് മെഷീൻ്റെ ഉള്ളിൽ ഇടയ്ക്കൊന്ന് തേച്ച് കൊടുക്കേണ്ടത് നല്ലതാണ് കേട്ടോ. അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ചെയ്ത് കൊടുത്താലും മെഷീൻ്റെ ഉള്ളിലുള്ള കറകളും പാടുകളും ഇതിൽ ഈ എച്ചിൽ കെട്ടിക്കിടക്കുന്ന ഈ ഭാഗത്തുള്ളതെല്ലാം പോവും. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. 2-3 ദിവസമായി എന്നാലും അതിൽ കാണുന്നുണ്ട്. ഇതിപ്പോൾ
8 വർഷമായിട്ടുള്ള മെഷീനാണ്, ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത് അല്ലെങ്കിൽ ചില മെഷീനൊക്കെ നമുക്ക് കാണാം ആകെ അരിമ്പൻ കുത്തി നല്ല വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടാവും. ആ അരിമ്പൻ കുത്തിയതെല്ലാം പോവും. നമ്മൾ ഇച്ചിരി അപ്പക്കാരം, അതുപോലെ വിനിഗർ, കുറച്ച് ലെമണിൻ്റെ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നും ചെയ്യൊന്നും വേണ്ട, മാസത്തിലൊരിക്കലും അങ്ങനെ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ കിടക്കുക. അതിന് ശേഷം ഒന്ന് കഴുകിയെടുത്താൽ അത് പെട്ടെന്ന് പോയി കിട്ടും. ഇനി നമ്മൾ ഉണക്കാനിടുമ്പോഴും ഇങ്ങനെ ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതാകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി, ടോട്ടലെല്ലാം ചെയ്തിട്ട് വന്നോളും. ഇത് 2-3 തുണി ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഉണക്കുക. ഉണങ്ങി വരുമ്പോൾ എല്ലാം വേറെ വേറെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും തീർക്കുമ്പോൾ ഇതിങ്ങനെ കെട്ടിക്കൊടുങ്ങി നമുക്ക് കയ്യിലേക്ക് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതിനെല്ലാം ബെസ്റ്റ് സൊല്യൂഷനാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. കഴിഞ്ഞ വീഡിയോസൊന്നും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല, അതിൻ്റെ ഒന്നും റിസൾട്ട് കിട്ടിയിട്ടില്ല, ആരും അത് വല്ലാതെ വാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സപ്പോർട്ട് കുറയ്ക്കരുത്. സബ്സ്ക്രൈബ് നന്നായിട്ട് കയറുന്നുണ്ട്, 21K കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കിടിലം വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടെ നമ്മുടെ കൊച്ചു ചാനൽ ഒന്നും കൂടെ സബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ് ചെയ്തിടുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. Bye.